അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴ ഫെസ്റ്റ് നടക്കുകയാണല്ലോ. തുടങ്ങിയപ്പോൾ തൊട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പ്രശ്നം കാരണം നമുക്ക് ഇന്നാണ് ടൈം കിട്ടിയത്. അപ്പം നൗഫലിക്കായും തസ്ലീമായും നജിമായും ഷമീറൻക്കായും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളെയും കൂടെയാണ്. അപ്പം ഒരു വൈകുന്നേരം 5:30ക്ക് ശേഷമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ആലപ്പുഴ റോഡ് നല്ല ഭംഗിയാണല്ലോ വീഡിയോസ് എപ്പോഴും കാണാനായിട്ട്. ഞങ്ങളെപ്പോൾ പോയാലും ഞാൻ വീഡിയോ എടുക്കുകയും നല്ല ഭംഗിയാണല്ലോ കാണാനായിട്ട്. ആലപ്പുഴ റോഡ് കാണാനായിട്ട് തന്നെ നല്ല രസമാണ്. അവിടുത്തെ പ്രകൃതി ഭംഗിയെല്ലാം പച്ചപ്പും കാര്യങ്ങളും എല്ലാം. ഇപ്പോൾ റോഡ് പണിയും കൂടെ ഒക്കെ തീർത്ത് പാലമൊക്കെ സെറ്റായതിന് ശേഷം അടിപൊളിയാണ്. അപ്പോൾ വൈകുന്നേരമായി ഏകദേശം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം ഇപ്പോൾ ഒരു ചെമ്മാനം കാണുന്നുണ്ട്. പണ്ടൊക്കെ ചെമ്മാനം കാണുമ്പോൾ എല്ലാവരും പറയും നാളെ മത്തിക്ക് മീനൊക്കെ വിലക്കുറവായിരിക്കും, ചെമ്മാനം വരുന്ന ദിവസങ്ങളിൽ മീൻ വിലക്കുറവാണെന്നൊക്കെ പറയാറുണ്ട്. ഇപ്പം നടക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ സമയം യാത്ര ചെയ്ത് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ആലപ്പുഴ ബീച്ചിലെത്തി. ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല, എവിടെ നിന്നൊക്കെ വന്ന ആൾക്കാരെന്ന് അറിയത്തില്ല, ഭയങ്കര ജനങ്ങൾ, മൊത്തം ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വണ്ടി പതിയെ ഇട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ആലപ്പുഴ ബീച്ച് ഗ്രൗണ്ടിലെത്തിയപ്പോഴത്തേക്കിനും എന്തുവാ ഇവിടെയുള്ള മനുഷ്യർ മൊത്തമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പം ഫെസ്റ്റ് കാരണമായിരിക്കാം രാത്രി പകലും ഒന്നും ഒരു വ്യത്യാസമില്ല, അടിപൊളിയാണ് കാണാൻ. പകൽ ചെന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പാസ്സൊക്കെ എടുക്കുവാണെങ്കിൽ ഒരാൾക്ക് 199 രൂപയാണ് വലിയവർക്ക്, 10 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് 150 അങ്ങനെ ഞങ്ങൾ പാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. പാസ്സൊക്കെ എടുത്ത് നമ്മൾ കയറി പോവാണ്. പാസ് എടുത്ത് നമ്മൾ കയറി ചെല്ലും വേറൊരു മായാജാല ലോകത്ത് ചെന്നവർ പോലെയാണ്. ഈ വെള്ളം കാണുമ്പോൾ എനിക്കുണ്ടല്ലോ ഒരു പ്രത്യേക ഒരു എന്താണെന്ന് വെച്ചാൽ എനിക്ക് വെള്ളത്തിൽ കണ്ടാൽ വെള്ളത്തിൽ ഇറങ്ങണം. അണ്ണച്ചിക്കാണ് വെള്ളത്തിൽ ഇറങ്ങുന്നത് ഇഷ്ടമല്ല. അപ്പം നമ്മൾ ചെന്ന ഉടനെ തന്നെ എന്തോ ഒരു ആ സ്റ്റെപ്പ് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കിങ്ങനെ വെള്ളമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ വെള്ളച്ചാട്ടം കാണുവാണെങ്കിൽ നല്ല ഭംഗിയാണ്, കളർഫുള്ളായിട്ടുള്ള ആ വെള്ളച്ചാട്ടവും ആ ലൈറ്റും കാര്യങ്ങളൊക്കെ. ആ ടൈമിൽ നമ്മൾ വെള്ളത്തിലിറങ്ങിയപ്പോഴേക്കും ക്ലോറിൻ വെള്ളമാണെന്നോ മുടി പോകുമെന്നോ ഒന്നും ചിന്തിച്ചില്ല. വേഗം കുറേ സമയം ഇറങ്ങി. അപ്പോൾ അണ്ണച്ചു പറഞ്ഞു മുടിയെല്ലാം പോകും വരാമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ച് ഡാൻസൊക്കെ കളിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തോട്ട് പോവാണേ. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്, നന്നായിട്ട് ആൾക്കാരാണ്. രാത്രി അപ്പോൾ സമയം 9 മണി ആകാറ്, 8:30 കഴിഞ്ഞ്, എന്നിട്ടും ആൾക്കാരാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഫ്ലവർ ഷോയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് തിരിച്ച് വെച്ചേക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ ഭാഗത്തു നിന്നും അങ്ങനെ പോവുകയാണ്. അങ്ങനെ അപ്പോഴത്തേക്കിനാണ് ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് നെജിമയൊക്കെ വന്നത്. പിന്നെ അവരെയും കണ്ടു. അവരൊന്നും വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങണം എന്നുള്ള ഭ്രാന്ത് എനിക്ക് മാത്രമേ ഉള്ളൂ തോന്നുന്നു. അവരാണ് പിള്ളേർ പോലും ഇറങ്ങിയില്ല. പക്ഷേ ഈ വെള്ളം ശരിക്കും പറഞ്ഞാൽ ക്ലോറിനേറ്റഡ് വെള്ളമൊക്കെയാണ്. എന്തായാലും ഞാൻ ഇറങ്ങി, ഒരു വല്ലപ്പോഴും അല്ലേ നമുക്ക് അവസരം കിട്ടത്തുള്ളൂ എന്നുള്ള രീതി. അതിനുശേഷം നമ്മൾ ഫ്ലവർ ഷോയുടെ അങ്ങോട്ടാണ് പോകുന്നത്. ഫ്ലവർ ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാനിത് അബുദാബിയിലൊക്കെ ഇങ്ങനെ വെച്ചുള്ള ഓരോ ഫോട്ടോസിനകത്ത് കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ലൈവായിട്ട് ഇപ്പോഴിങ്ങനെയാണ് കാണുന്നത്. പിന്നെ അവിടുത്തെ ഒറിജിനൽ ഫ്ലവർ ആണ് തോന്നുന്നത്. ഇത് നമുക്ക് ആർട്ടിഫിഷ്യലാണ്, എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ബാക്ക്ഗ്രൗണ്ടാണ്. പക്ഷേ ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരുപാട് ഫോട്ടോസൊന്നും എടുത്തില്ല. എന്നാലും വേഗം തന്നെ ഉണങ്ങും കേട്ടോ, ഈ ഇപ്പോഴത്തെ ചൂടൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ അതിലേക്കൂടെ ഇങ്ങനെ പോവാണ്. കുറേ നടക്കാനുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ ഇങ്ങനെ ഫ്ലവർ ഷോയും പിന്നെന്താ ഒരുപാട് ചെറിയ ചെറിയ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് പോകുന്ന വഴിക്ക് അതുപോലെ ചിമ്പാൻസിയൊക്കെ കുറേ എണ്ണം നിൽപ്പുണ്ട്. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കേണ്ടവർക്കൊക്കെ എടുക്കാം. അങ്ങനെ കുറച്ച് സമയങ്ങളിലൊക്കെ നമ്മളവിടെ നിന്നു വീഡിയോയും സംഘടനയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടത് കാണുമ്പോൾ. അങ്ങനെ നമ്മൾ അടുത്ത ഒരു ചിമ്പാൻസിയും കൂടെ കണ്ടേ. ഇതിനെയൊക്കെ കാണുമ്പോൾ ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടൊക്കെ പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ചെല്ലുന്ന പിന്നെ സ്റ്റാളുകളിലേക്കാണ്. ലോകത്തുള്ള അച്ചാറുകൾ മൊത്തമുള്ള ഒരു സ്റ്റാളിലേക്ക് നമ്മൾ ചെന്ന് പെട്ടപ്പോഴത്തേക്കിനും സത്യം പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ വാങ്ങിക്കാതിരിക്കാൻ നമുക്ക് തോന്നത്തില്ല. അത്രയ്ക്കും അച്ചാറുകളാണ്. എന്തോരം അച്ചാറുകളുണ്ടോ അത്ര അച്ചാറുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അങ്ങനെ അതെല്ലാം ഓടിച്ച് പോയി കണ്ടു. പിന്നെ പുറത്തിറങ്ങി അത്യാവശ്യം ഗെയിമും കാര്യങ്ങളൊക്കെ പുറത്ത് നടക്കുന്നുണ്ട്. ഈ റൈഡിലൊക്കെ കയറണമെങ്കിൽ വേറെ എക്സ്ട്രാ ചാർജാണ്. നമ്മൾ മറ്റേ വെള്ളച്ചാട്ടത്തിൻ്റെയും ഫ്ലവർ ഷോയുടെയൊക്കെ പോകുള്ളൂ. പിന്നെ തത്തമ്മയെ കൊണ്ട് ചീട്ടെടുപ്പിക്കുന്നു. അങ്ങനെ കുറേ ആൾക്കാരെ കണ്ടു. അതെല്ലാം കണ്ട് നമ്മളിങ്ങനെ ഇറങ്ങി വന്ന് പിന്നെ ബീച്ചിലേക്ക് കുറച്ച് സമയം കയറിയേ. എന്തായാലും ബീച്ച് വന്നാൽ ഇരുട്ടാണെങ്കിലും അത്യാവശ്യം ആൾക്കാരുണ്ട്. പക്ഷേ ഒരുപാട് നമുക്ക് പകലത്തെ പോലെ ബീച്ചിൽ ഇറങ്ങാൻ പറ്റത്തില്ലോ. അങ്ങനെ നമ്മൾ കുറേ സമയം ബീച്ചിലൊക്കെ എഴുതി കടലമ്മ കള്ളിന്നും അതിൻ്റെ ഇംഗ്ലീഷിലും ഒക്കെ എഴുതി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് കുറേ സമയം നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകണേ. ഫുഡ് കഴിക്കാനായിട്ട് തസ്ലീമ ഒക്കെ പരിചയപ്പെടുത്തിയൊരു സ്പോട്ടാണ്. അടിപൊളി ഫുഡാണ്. അത് തന്നെയല്ല ഫുൾ ഒരു അൽഫാമും 4 പീസ് കുബൂസും കൂടെ എങ്ങാണ്ട് 350 രൂപയ്ക്ക്. അത്ര നമുക്ക് നല്ല അഫോർഡബിൾ ആണ്, ഹലാലായിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ അവിടെ കയറി കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വരാം. അത്യാവശ്യം ഹെവി ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. അവർ മിക്കവാറും പോകുമ്പോൾ ഓരോ ദിവസം ഓരോ ചാർജാണ്, 350 300 അങ്ങനെയൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് യാത്ര പറഞ്ഞേ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ കാണാം.